സുധ ഇപ്പോഴും അമ്മയെ ഓർക്കുകയാണ്. പിന്നെ ഒவ்வொരു സ്റ്റെപ്പിലും ഞാൻ അമ്മയെ ഓർക്കും. ഒരു നിമിഷവും മറക്കാൻ കഴിയുന്നില്ല. മറക്കാൻ പറ്റില്ല. ഞാൻ മറക്കാൻ എൻ്റെ ഉദ്ദേശവും ഇല്ല. അമ്മയെ മറന്നിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ? അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ മരിക്കാൻ അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ സമ്മതിക്കുന്നില്ല. സമ്മതിച്ചില്ല. ഒരുപക്ഷെ അവിടെ അടുത്താരെങ്കിലും മരിക്കാൻ വേണ്ടി ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ വേണമെങ്കിൽ സുധ മരിച്ചേനെ. തീർച്ചയായും ഒരു ചോയ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ ദിവസം ഐ വുഡ് ഹാവ് മേഡ് ഷുവർ ഈ എൻ്റെ അച്ഛനും അമ്മയും ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് ഡോണ്ട് സൈൻ. പക്ഷെ താങ്ക് ഗോഡ് ഇങ്ങനെയാണ് ജീവിതം. ഇങ്ങനെയാണ് ജീവിതം. ഇങ്ങനെയാണ് ഇവിടെ വന്ന് ഐ എം മീറ്റിംഗ് യു. കറക്റ്റ്. സുധ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതൊക്കെ ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും എന്തായാലും ഒരിക്കലും മറക്കാൻ കഴിയുന്ന രംഗങ്ങളായിരിക്കില്ല. ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്സിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്വാധീനം. സത്യമായി എവിടെയെങ്കിലും നമ്മളുടെ ഒരു ലൈഫിന്റെ ഒരു കോർണറിൽ അതുണ്ട്. അത് സ്റ്റോർഡ് ആണ് ലൈഫിൽ. അതിങ്ങനെ മറക്കാൻ പറ്റും. സി ദേ സേ അനദർ പ്രോബബ് ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസസ്. സോ അത് ആ പ്രോബബ് എൻ്റെ ലൈഫിൽ അത് ഭയങ്കര അത് സിങ്കായി സിനോണിമസ് ആണ്. കുറേ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞില്ല. ആക്സിഡൻറ്റ്സ് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്, ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസസ്. ഇതൊക്കെ ഞാൻ വായിച്ച ബുക്സിൽ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എൻ്റെ ലൈഫിൽ അത് സിനോണിമസ് ആയിപ്പോയി. പണ്ടതൊക്കെ വായിച്ചിരുന്നപ്പോൾ ഒരിക്കലും അങ്ങനെ പ്രായോഗത്തിൽ അത് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് ഞാൻ പോയതാ. പക്ഷേ ഞാൻ ഓർക്കുന്നത് ടു തിങ്സ്. ആംപുട്ടേഷൻ്റെ മുമ്പ് ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആ പാദം ഒരു പ്രാവശ്യം എനിക്ക് കാണണം, അത് ഒന്ന് കാണിച്ചു തരും. സോ ലാസ്റ്റ് എൻ്റെ ഒരു ഫീലിംഗ് നമ്മൾ ഫിലിംസിൽ കാണുന്നില്ലേ, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ വലിയൊരു ബൾബ്, ഞാൻ താഴെ കിടക്കുന്നു, മുകളിൽ അനസ്തീസിയ ഇട്ടപ്പോൾ മുകളിലേക്ക് ഐ വെൻറ്റ് ഇൻ ടു മൈ അനസ്തീസിയ. ലാസ്റ്റ് എൻ്റെ വിഷൻ എൻ്റെ 2 legs ആയിരുന്നു. ഡിസോൾവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അനസ്തീസിയ, ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ദി അനസ്തീസിയ, all I could see was 1 leg and half of my leg. So കുറേ വിഷ്വൽ ഷോക്സ് it had already registered into me. സോ ഈ ഷോക്സ് ഒക്കെ ഒരു ഷോക്ക് അബ്സോർബറായി ഞാൻ മാറി. ഇപ്പം ഞാൻ പറയുന്നു എൻ്റെ ലൈഫിൽ എല്ലാ സ്മൂത്ത് സെയിലിംഗ് ആയാലും ഞാൻ പറയും അയ്യോ എന്തോ ഒരു തെറ്റ് സംഭവിക്കാൻ പോണു, ഒരു ഷോക്ക് കിട്ടിയില്ലല്ലോ, ഒരു ഫെയിലിയർ വന്നില്ലല്ലോ. അതെന്താണ്? ബിക്കോസ് ഒരു ഫെയിലിയർ വന്നാൽ തന്നെ എനിക്ക് ആ സക്സസ് റൗണ്ട് ദ കോർണർ എന്ന് എനിക്കറിയാം. സൈക്കോളജിക്കലി ഞാൻ അങ്ങനെ ട്യൂണായി. അവസാനം 2 കാലുകളും കണ്ടിട്ടാണ് ഓപ്പറേഷനിലേക്ക് അവർ പോയത്. അതെ, അതെൻ്റെ ആഗ്രഹമായിരുന്നു. കാണിച്ചു തന്നു. പിന്നീട് മയക്കത്തിലേക്ക് മാറി. അതെ, പക്ഷെ അവസാനം കണ്ട 2 കാലുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ ദൃശ്യം മാനിക്യൂർഡ് പെഡിക്യൂർഡ് ലെഗ്സ് ആയിരുന്നു എൻ്റെ. ബ്യൂട്ടിഫുൾ ലെഗ്സ്. അതേ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ബ്യൂട്ടിഫുൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ലാസ്റ്റ് നമ്മൾ പറയില്ല ദ ലാസ്റ്റ് പിക്ചർ അങ്ങനെയായിരുന്നു, വിച്ച് ഇസ് ദേർ. ആ ഫ്രെയിം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓപ്പറേഷൻ കഴിയുന്നു, ഒരു കാലം നീക്കുന്നു. പിന്നീട് ഒരുപാട് കാലം ഞാൻ മനസ്സിലാക്കുന്നത് സുധ ജീവിതം മുഴുവൻ ഒഴിവാക്കി ഇട്ടു. കിടക്കയെ തന്നെ 6 മാസം യാതൊന്നുമില്ല, ബ്ലാങ്കായി കിടക്കുന്നു. ഇല്ല, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആ സമയത്തിൽ. ദർ ഐ വിൽ സേ ദാറ്റ് ഒരു ഡോക്ടർ ഡെറിക് ഡിസൂസ അവരായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ്, എൻ്റെ ഒരു വിശ്വാസമാണ്. ഐ ഹാവ് നോട്ട് സീൻ ഗോഡ്, പക്ഷേ ഹ്യൂമൻ ഫോംസിൽ ഞാൻ ഗോഡ് കണ്ടിട്ടുണ്ട്. ഒவ்வொരു സ്റ്റെപ്പിലും എനിക്ക് ഒരു ഹ്യൂമൻ ഫോമിൽ എനിക്ക് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു താങ്ങ് ഇവിടുന്ന് വരുന്നുണ്ട്, ഒരു ഫോഴ്സ് അങ്ങനെ വരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു അത് ഹ്യൂമൻ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആയിരിക്കാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് തീർച്ചയായും ഞാൻ ഫീൽ ചെയ്യുന്നു. ഈ ഡോക്ടർ മുംബൈയിലുള്ള ഡോക്ടറായിരുന്നു? അല്ല, ചെന്നൈയിൽ. എൻ്റെ ഈ സർജറി കഴിഞ്ഞത് ചെന്നൈയിൽ വിജയ ഹോസ്പിറ്റലായിരുന്നു. സോ അവിടെ ഡോക്ടർ ഡെറിക് ഡിസൂസ ആയിരുന്നു. ഒരു ഭയങ്കര ഒരു ജോവിയൽ ടൈപ്പ് ഓഫ് എ ഡോക്ടർ ആയിരുന്നു. സോ യൂസ് ടു സേ come on Sudha, no issues here, you wear an artificial limb, you start walking, dancing, you do anything. സോ അവർ പറഞ്ഞ് എനിക്ക് തോന്നി ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് കിട്ടിയാൽ നമ്മൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അങ്ങനെ ഒരു പോസിറ്റീവ് സൈക്ക് ചെയ്യുന്നത് 2 ways, 1 നെഗറ്റീവ് ആൻഡ് 1 പോസിറ്റീവ്. ഇവർ ഭയങ്കര പോസിറ്റീവ് രീതിയിലാണ് എന്നെ സൈക്ക് ചെയ്തത്. പിന്നെ ആ സമയത്തിലാണ് പ്രിൻസ് ചാൾസും ഡയനയുടെ മാരേജ്. ഐ സ്റ്റിൽ റിമെമ്പർ. ട്രാൻസിസ്റ്റർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹിയർ ദ റോയൽ വെഡിങ്, മേ ബി 5 years later you might marry your prince. അപ്പം ഞാൻ പറഞ്ഞു എന്തുവാ ഡോക്ടറെ, ഇഫ് ഐ വാസ് നോർമൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ പ്രിൻസ്. നൗ ഐ കാൺട്ട് ഈവൻ ഡ്രീം ഫോർ എ ബെഗർ.
So, no. You are Lady Diana, Prince Charles will come in your life. And the day I got married, ഞാൻ ഡോക്ടർ ഡെറിക്കെ വിളിച്ചു പറഞ്ഞു, സർ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു പ്രിൻസ് ആയിരുന്നു, പക്ഷേ പ്രിൻസ് രവി, എനിക്ക് റോയൽ പ്രിൻസ് കിട്ടി, രവി എൻ്റെ ഭർത്താവ്. സോ ഇതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഡോക്ടർ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതെ, ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവ് സൈക്കിങ് ആയിരുന്നു. പിന്നെ ആ സമയത്തിൽ കുറേ ഡോക്ടേഴ്സ് എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഡോക്ടർ ഡിസൂസ വാസ് ടേക്കിംഗ് ദ ഡിസിഷൻ. ഹീ സെഡ് നോ, ഡോണ്ട് ഡു ദാറ്റ്. അവൾ മെൻ്റലി ഇൻസ്റ്റേബിൾ ആവും, വേണ്ട. അവൾ കറക്റ്റ് അപ്രോച്ച് കിട്ടിയാൽ ഷീ വിൽ കം. അവളുടെ ഡെസ്റ്റിനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു പോസിറ്റീവ് സ്ട്രീക്ക് ഉണ്ട്. ആ പോസിറ്റീവ് സ്ട്രീക്ക് ഒന്ന് ടാപ്പ് ചെയ്യും. എൻ്റെ അച്ഛനടുത്ത് പറഞ്ഞത് ഡോക്ടർ ഡെറിക് ഇതാണ്, ഡോണ്ട് ഡീമോറലൈസ് ഹർ. അവൾക്ക് ചെയ്യണമെങ്കിൽ അവൾ ചെയ്തോട്ടെ, ബിക്കോസ് ഐ ഫീൽ യുവർ ഡോട്ടർ കനോട്ട് ഗോ റോങ്. അതായിരുന്നു അവരുടെ കൺവിക്ഷൻ. അവൾ എന്ത് ചെയ്താലും അവളുടെ ആ ബിലീഫും ആ ട്രസ്റ്റും അവൾ തീർച്ചയായും വിക്ടോറിയസ് ആയി പുറത്തു വരും ആ സ്ട്രഗിളിൽ നിന്ന്. അവിടെ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇംബൈവ് ചെയ്ത് തുടങ്ങി. അതെ, അപ്പോൾ കാലില്ലെങ്കിലും ഒരു പക്ഷേ ഒരു കാല് വരാൻ സാധ്യതയുണ്ടെന്ന് അവിടെ നിന്ന് മനസ്സിലായി. ഒരാഗ്രഹം. ഒരാഗ്രഹം. അതെ.